ഹലോ ടീച്ചേഴ്സ്, HSST PYQ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുതായി HSST പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവർക്ക് ഏറെ യൂസ്ഫുൾ ആവുന്നൊരു സീരീസാണിത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം കൃത്യമായി മനസ്സിലാക്കി പ്രിപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു സീരീസിൽ HSST സുവോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ സീരീസിലൂടെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 HSST സുവോളജി എക്സാമിൻ്റെ ആൽഫ കോഡ് എയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Find out the correct statement regarding acromegaly and the influence of high level of growth hormone in it. ഓക്കെ, ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ എ പറയുന്നത് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് GH സ്റ്റിമുലേറ്റ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഫ്രം ദ അഡ്രിനൽ ഗ്ലാൻഡ്. B. Increased level of growth hormone stimulate increased production of insulin-like growth factor 1 IGF-1 from the liver. C. Increased level of GH stimulate increased production of vasopressin from the liver. Increased level of GH stimulate increased production of insulin-like growth factor 1 from the adrenal gland. ഓക്കെ, ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഗ്രോത്ത് ഹോർമോൺസിൻ്റെ ഇൻക്രീസ്ഡ് ലെവല് സ്റ്റിമുലേറ്റ് ദ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ IGF-1 ഫ്രം ദ ലിവർ. ഓക്കെ, ഇതിൽ ഓപ്ഷൻ എയും സിയും പറയുന്നത് വാസോപ്രസിൻ റിലേറ്റ് ചെയ്തിട്ടാണ്. ഗ്രോത്ത് ഹോർമോൺ ഒരിക്കലും വാസോപ്രസിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല എന്നറിയാം. പിന്നെ ഓപ്ഷൻ ഡി വരുന്നത് IGF-1 എന്ന് പറയുന്നത് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നല്ല സിക്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഗ്രോത്ത് ഹോർമോൺ മെയിൻലി ആക്ട് ഓൺ ലിവർ, സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1. ഹൈ IGF-1 ലെവൽ കോസസ് എക്സസീവ് ഗ്രോത്ത് ഓഫ് ബോൺ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ലീഡിങ് ടു അക്രോമെഗാലി. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ എയും സിയും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, വാസോപ്രസിൻ്റെയാണ്. ഗ്രോത്ത് ഹോർമോൺ വാസോപ്രസിൻ റിലേറ്റ് ചെയ്തിട്ട് സിക്രേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ഡിയിലാണെങ്കിൽ IGF-1 ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ അഡ്രിനൽ ഗ്ലാൻഡ് ബട്ട് ബൈ ദ ലിവർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹ്യൂമൻ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഇൻക്ലൂഡ്സ്, ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ലിവർ ആൻഡ് പാൻക്രിയാസ്, ബി സലൈവറി ഗ്ലാൻഡ് ആൻഡ് ലിവർ, C. salivary gland and pancreas, D. salivary gland, liver and pancreas. Digestive glands ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ആർ സലൈവറി ഗ്ലാൻഡ് സിക്രേറ്റ് സലൈവ വിത്ത് അമൈലേസ് ഉണ്ട്. ഓക്കെ, ലിവർ ആണെങ്കിൽ ബൈൽ സിക്രേറ്റ് ചെയ്യുന്നു, അതും ഫാറ്റ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാൻക്രിയാസ് ആണെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസ് സിക്രേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് എൻസൈം ലിപ്പേസ് അമൈലേസ് പ്രോട്ടിയേസ്. ഓക്കെ, അപ്പോൾ ABC വരുന്നത് ഇത് മൂന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് മാച്ച് ചെയ്തിട്ട് വരുന്ന പെയറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻസ് വൈറ്റമിൻ എ തയമിൻ, വൈറ്റമിൻ B1 കാൽസിഫെറോൾ, വൈറ്റമിൻ ഡി റൈബോഫ്ലാവിൻ, വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. ഓക്കെ, ഇതിൽ കറക്റ്റായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. നോക്കാം, നമുക്കൊന്ന് ആൻസർ ഒന്ന് എക്സ്പ്ലനേഷൻ നോക്കാം. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ ആണ്. ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഓക്സിഡേറ്റീവ് ഡാമേജ് ടു സെൽ മെംബ്രെയിൻ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ എ വൈറ്റമിൻ എ റെറ്റിനോൾ ആണ്. തയാമിൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അത് റോങ് ആയിരുന്നു. വൈറ്റമിൻ B1 എന്ന് പറയുന്നതാണ് തയാമിൻ, അവിടെ കൊടുത്തിരുന്നത് കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽസിഫെറോൾ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വൈറ്റമിൻസിൻ്റെ സയൻറ്റിഫിക് നെയിംസ് ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. Question number 4. Which among the following requires cyanocobalamin, vitamin B12 in its formation? Okay, B12ൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് RBC, WBC, C ലിംഫ്, D പ്ലേറ്റ്ലെറ്റ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് RBC ആണ് വരുന്നത്. Vitamin B12 is essential for DNA synthesis during the red blood cells formation in the bone marrow. Vitamin B12 is essential for DNA synthesis during red blood cell formation in the bone marrow.
ഡെഫിഷ്യൻസി കോസ് ചെയ്യുന്നത് എന്താണ്? പെർനീഷ്യസ് അനീമിയയാണ്. B12 ഡെഫിഷ്യൻസി കോസ് ചെയ്യുന്നത് പെർനീഷ്യസ് അനീമിയയാണ്. B9 ആണെങ്കിലോ മെഗാലോബ്ലാസ്റ്റിക് അനീമിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതർ ഓപ്ഷൻസ് WBC, ലിംഫ് ആൻഡ് പ്ലേറ്റ്ലെറ്റ് ഡു നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡ് B12 ഫോർ ദയർ ഫോർമേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിരുന്നു. 5th ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഓർഡർ ഓഫ് 3 phase ഓഫ് കാർഡിയാക് സൈക്കിൾ. കാർഡിയാക് സൈക്കിളിൻ്റെ കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എയിൽ ഏർലി ഡയസ്റ്റോൾ, മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ബി വെൻട്രിക്കുലാർ സിസ്റ്റോൾ, മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ, ഏർലി ഡയസ്റ്റോൾ. സി മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, ഏർലി ഡയസ്റ്റോൾ. ഡി ഏർലി ഡയസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത്, ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, എക്സ്പ്ലനേഷൻ. കാർഡിയാക് സൈക്കിൾ ഫേസ് മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത് വെൻട്രിക്കിൾസ് ഫിൽ വിത്ത് ബ്ലഡ്. ഓക്കെ, മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ വെൻട്രിക്കലിൽ ബ്ലഡ് ഫില്ല് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ്. ദെൻ വെൻട്രിക്കുലർ സിസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്നു, ബ്ലഡ് പുറത്തോട്ട് പോകുന്നു, ബ്ലഡ് ഇജക്റ്റഡ്. ദെൻ എയർലി ഡയസ്റ്റോൾ, വെൻട്രിക്കുലർ റിലാക്സ്, വെൻട്രിക്കിൾസ് റിലാക്സ്, പ്രഷർ ഡ്രോപ്സ്. ഓക്കെ, അതർ ഓപ്ഷൻസ് മിസ്മാച്ച് ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, 6th ക്വസ്റ്റ്യൻ, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് എൻസൈംസ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ആസ് ദ എൻസൈം കോൺസെൻട്രേഷൻ ഡിക്രീസസ് ദ റിയാക്ഷൻ റേറ്റ് വിൽ ഡിക്രീസസ്. ബി, സബ്സ്ട്രേറ്റ് ബൈൻഡ് ഓൺ ദ അലോസ്റ്റെറിക് സൈറ്റ്. Option C, specificity allows the enzyme to coexist in the same cell without any interference. Specificity allow enzyme to coexist in the same cell without any interference. Option D, lock and key model is also known as rigid template model. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സബ്സ്ട്രേറ്റ് ബൈൻഡ് ഓൺ ദ അലോസ്റ്റെറിക് സൈറ്റ്. ഓക്കെ, കറക്റ്റ് കോൺസെപ്റ്റ്, സബ്സ്ട്രേറ്റ് ബൈൻഡ് ടു ദ ആക്റ്റീവ് സൈറ്റ്, നോട്ട് ദ അലോസ്റ്റെറിക് സൈറ്റ്. അലോസ്റ്റെറിക് സൈറ്റ് ഈസ് വെർ റെഗുലേറ്ററി മോളിക്യൂൾസ്, ആക്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഹിബിറ്റേഴ്സ് ബൈൻഡ്, നോട്ട് സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റ് അല്ല, ആക്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഹിബിറ്റേഴ്സ് ആണ് അലോസ്റ്റെറിക് സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റാണ്. ലെസ് എൻസൈം ആവുമ്പോൾ കോൺസെൻട്രേഷൻ സ്ലോവർ ആവാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ സി പറയുന്നത് എൻസൈം സ്പെസിഫിസിറ്റി എൻഷോർസ് നോ ഇൻ്റർഫറൻസ്. ലോക്ക് ആൻഡ് കീ മോഡൽ റിജിഡ് ടെംപ്ലേറ്റ് മോഡൽ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഏതായിരുന്നു? ബി ആണ് ഇതിലെ ആൻസർ. 7th ക്വസ്റ്റ്യൻ, അസറ്റൈൽ കോഎൻസൈം എ കമ്പൈൻ വിത്ത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഓഫ് 6 കാർബൺ കോമ്പൗണ്ട് ഇൻ ദ TCA സൈക്കിൾ. ഓക്കെ, അപ്പോൾ TCA സൈക്കിളിൽ അസറ്റൈൽ കോഎൻസൈമെ കമ്പൈൻ ചെയ്യുന്ന 6 കാർബൺ കോമ്പൗണ്ട്. ഓപ്ഷൻ ഓക്സാലോ അസിറ്റേറ്റ്, ബി ഗ്ലൂക്കോസ്, സി പൈറുവേറ്റ്, ഡി തയാമീൻ. ഇതിൽ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് ഇതിൽ ആൻസറായിട്ട് വരുന്നത്. ഇൻ ദ TCA സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിളിൽ അസറ്റൈൽ കോഎൻസൈമെ 2 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇത് ഓക്സാലോ അസറ്റേറ്റ് 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സിട്രേറ്റ് ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഗ്ലൂക്കോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡസ് നോട്ട് ഡയറക്ട്ലി കമ്പൈൻ വിത്ത് അസറ്റൈൽ കോഎൻസൈമെ, ഇറ്റ് ഈസ് ബ്രോക്ക് ഡൗൺ ഏർലിയർ ഇൻ ദ ഗ്ലൈക്കോളിസിസ്. ഓപ്ഷൻ സി പൈറുവേറ്റ് ആണ്, കൺവേർട്ട് ടു അസറ്റൈൽ കോഎൻസൈമെ ബട്ട് ഡസ് നോട്ട് ഡയറക്ട്ലി കമ്പൈൻ. തൈമിൻ ആണെങ്കിൽ എ വൈറ്റമിൻ കോഫാക്ടർ B1 ആണ്, ഇതൊരു സബ്സ്ട്രേറ്റ് അല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് ഇതേ രീതിയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ രീതിയിൽ ഈ സീരീസ് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് അറിയുന്നതിനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. താങ്ക്